അതിനിപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം മോദി സർക്കാരിന് കട്ട സപ്പോർട്ട് കൊടുക്കുക. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാത്ത വിധം കട്ട സപ്പോർട്ട് കൊടുക്കുക. ഈ ഈ സമയത്ത് നമ്മൾ സർക്കാരിന് വേണ്ടുന്ന നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയാം, അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്താം. പക്ഷേ സർക്കാരിൻ്റെ മനോവീര്യം നഷ്ടപ്പെടത്തക്ക രീതിയിൽ സർക്കാരിനെ വിമർശിക്കേണ്ടുന്ന സമയമല്ല ഇത്. അങ്ങനെ വിമർശിക്കാൻ നമ്മളിപ്പോൾ നിൽക്കരുത്. നമ്മളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ പറയാം, അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്യാം. എന്നിട്ട് സർക്കാരിൻ്റെ കൂടെ നിന്ന് തന്നെ നമ്മൾ ഇതിനെ എതിരിടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കോൺഗ്രസിനോട് മാത്രമായിട്ടാണ്. ഇനി പൊതുജനങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പരമാവധി ഇപ്പോൾ സർക്കാർ ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് നമ്മളെ സ്വദേശത്ത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം നമ്മളൊക്കെ ആക്കണം എന്നാണ് സർക്കാർ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അമേരിക്കനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊക്കെ ആവും. ബാക്കി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് വിറ്റിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനാവും. കാരണം നമ്മൾ ഇത് വലിയൊരു കമ്പോളം കൂടിയാണ്. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് 146 കോടി ജനങ്ങളുള്ള ഈ രാജ്യം നമ്മളെ സംബന്ധിച്ച് ഒരു ഉൽപ്പാദക രാജ്യമാണ്, അതേസമയം തന്നെ ഉപഭോക്തൃ രാജ്യമാണ്, എല്ലാമാണ്. നമ്മളെ സാധനങ്ങൾ ഇവിടെ തന്നെ വിറ്റഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറുകിട കച്ചവടക്കാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റില്ല. ഏറ്റവും മുന്നണി പോരാളികളായിട്ട് നിൽക്കാൻ പറ്റുന്നത് ചെറുകിട കച്ചവടക്കാരാണ്. അവർ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരോട് പറയുക ഇത് ഇന്ത്യൻ സാധനമാണ്, ഇത് വാങ്ങിക്കോ എന്നുള്ളൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും